ജസ്റ്റ് ഒന്ന് ആനെ കാണാവുന്നതാണ്. ഇത് ടിക്കറ്റ് ഉണ്ട് കേട്ടോ, ചെറിയ ടിക്കറ്റ് ഉണ്ട്. ഒരു ക്യൂട്ട് ആസ്തറ്റിക് ആന നമ്മൾ കണ്ടിട്ടുണ്ട്. പുത്തൻകോട്ട എന്ന് പറയുന്ന ഒരു 10-60 വർഷമായി എന്നാണ് പറഞ്ഞത്. ആന കാണുന്ന കൊള്ളാം, പക്ഷെ മതളകണം ശ്രദ്ധിക്കണം. തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ആന കാണാണ്ട് പോയി കഴിഞ്ഞാൽ മോശമാണെന്ന് ഏതോ ഒരു ഗഡി പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആന കാണാൻ വന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആന മതളകിയിരിക്കുകയാണ്, തൊടാനോ അടുത്തേക്ക് പോകാനോ പാടില്ല. ഓക്കെ, ഗുരുവായൂർ അമ്പലത്തിലോട്ട് വഴിപാടായിട്ട് കൊടുക്കുന്ന ഓരോ ആനകളെയും സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ഒരു 10-60 വർഷമായി എന്നാണ് പറഞ്ഞത്. ഇവിടെ നിലകൊള്ളുന്നൊരു സ്ഥലമാണ്. കുറച്ച് സ്ഥലത്ത് 10-35 ആനകളുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ കാണാം. ഒരടുത്ത് പോയ ഓരോ ഇടങ്ങറക്കാന്ന് ചെയ്യരുത്, ചിലപ്പോൾ മതളകിയിട്ട് പ്രശ്നമാവും. അതായത് ഇവിടെ വരുന്നവർക്ക് ഒരു 25 രൂപ 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ കാണുന്ന വണ്ടിയിൽ അവർ കയറ്റിയിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കയറ്റിയിട്ട് ഇവിടെ മൊത്തം കറക്കി കാണിച്ചിട്ട് ഏകദേശം 1-2 കിലോമീറ്റർ നടക്കാനൊന്നും ഉണ്ട് സംതിങ്. അപ്പോൾ ജീവിതത്തിൽ ആനനെ നേരിട്ട് കണ്ടിട്ടില്ല, കാണുന്ന ആഗ്രഹം എന്നൊക്കെ ഉള്ളവർക്ക് തൃശ്ശൂർ വരാം. തൃശ്ശൂർ മമ്മിയൂർ പത്തനത്തിൽ കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. ടിക്കറ്റ് ഉണ്ട് കേട്ടോ, ചെറിയ ടിക്കറ്റ് ഉണ്ട്. അഡൽസിന് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും ടിക്കറ്റ് കൊടുത്താൽ ഇങ്ങോട്ട് കയറാൻ പറ്റും. കാലമായിട്ട് ഇത്ര അടുത്തുനിന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഏതാലേ സാധാരണ പൂരത്തിനൊക്കെ കുറെ ആന കാണല്ലേ, ഇങ്ങനെ ആന സീൻ ആന കാണാതിട്ടില്ല. സോയിലെ ഞാനുണ്ടാ എന്താണ് ഞാനുണ്ട് മോനെ കിട്ടില്ലൻ, ഒരു രക്ഷയില്ല. ഉണ്ടായോന്നോ ഒരുപാട് കാലമായി ആന കാണണം ഇങ്ങനെ പറയുന്നു. ഇപ്പോഴാണ് നടന്നത്. അതെ, തൃശ്ശൂര് വന്ന ഗഡ്ഡികളെ ആനനെ കാണാതെ ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് നമുക്ക് പറഞ്ഞു തന്നത് ബഹുമാനപ്പെട്ട സുഹൈൽ അവറുകളാണ്. സുഹൈൽ, അതെ, എങ്ങനെയാണ് അറിഞ്ഞത്, ഇതിനെ കുറിച്ച് അറിഞ്ഞത്? ഞാൻ 2ാം ക്ലാസ്സിന് കൊടുത്ത് വന്നിക്കണേ. തൃശ്ശൂർ ഇപ്പോൾ 20 വയസ്സാണ്. 10-18 വർഷത്തെ ആഗ്രഹമാണ് ആനനെ കാണണേ. 2ാം വയസ്സിൽ വന്നപ്പോൾ ഇവിടെ ആന ഉണ്ടായിരുന്നില്ല. 2ാം വയസ്സ് വന്നപ്പോൾ കുറേ ആന ഉണ്ടായിരുന്നു. അടിപൊളി ആനയായിരുന്നു. ഓക്കെ, ഇവരൊക്കെ ആന കാണാൻ വന്നവരാണല്ലേ. ഏതാ ലുക്ക്? ആന പൊളിക്കണോക്കാ. അവിടെ കണ്ടോ നേരെ നോക്ക്. കൂട്ടത്തിലൊരു ക്യൂട്ട് ആസ്തറ്റിക് ആന നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, കുറിയൊക്കെ തൊട്ട് കുളിച്ച് കുട്ടപ്പനെ എടുക്കാണ്. പൂക്കിയാന. ഹൈ ബ്രോ, ആണ പെണ്ണറിയില്ല കേട്ടോ. കൊമ്പുള്ള ആണാണ്, എനിക്കറിയില്ലടാ. പുതിയ അറിവാട്. കൊമ്പുള്ളത് ആണാന, കൊമ്പില്ലാത്തത് പെണ്ണാന. പെണ്ണാന കൊമ്പുണ്ടാവില്ല, നോട്ട് ദ പോയിന്റ്. ആന പട്ട പൊളിച്ച് തിന്നിട്ട് കണ്ടിക്കണ കണ്ടോ? ആന പട്ട പൊളിച്ചുണ്ട്. അത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക, ആൾക്കാർ കാണട്ടെ. എൻ്റെ മോനെ, നേരത്തെ ചവിട്ടി പൊളിക്കുന്ന സീൻ ഉണ്ടായിരുന്നു, അത് മിസ്സായി. വാ, നെക്സ്റ്റ് ആന കാണാം. ഏകദേശം എത്ര ആനായി? 1, 2, 3, 4, 5, 6 ആന ഇഞ്ഞുണ്ട് കേട്ടോ. 10-26 ആന. 35 ആന ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ ഇവിടെ 35 ആന ഉണ്ട്. 5-6 ആന കണ്ടിട്ടുള്ളൂ, ഇനിയുണ്ട് ഒരു 10-25 ആന. ഓഹ് സീൻ ആനകൾ. ഇതാണ് മുഴ ആന, കാരണം അതിന് മുഴയുണ്ട് വയറില്. അങ്ങനൊന്നും പറയാ. എങ്ങനെ പോയാ അവിടെ എത്തും? ചടച്ചോ, നടന്നിട്ട് തീരുന്നില്ല. ആനയും കഴിയണില്ല. എത്ര ആനയത്? വെറൈറ്റി ആനകളുണ്ട് കേട്ടോ. ആനേ കൈപൊക്ക്. നമ്മൾ പറയണ കേൾക്കണില്ല. കൈപൊക്കെ ആനേ. അതെടുത്ത ഒറ്റേറാട്ടോ. ഫോട്ടോ എടുക്കാൻ പോയാലും ഉണ്ടല്ലോ അവിടെ ആളെന്ന് അറിയും. അതാണ് പ്രത്യേകത. നമുക്ക് ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, ഇൻട്രോവേർട്ടാണ്, കാണുന്ന പോലെയല്ല. ക്ഷമിക്കാം ഗൈസ്. ഒരു 10-15 ആന നമ്മൾ കണ്ടു, ബാക്കി 10-26 ആന ആ വഴിയിലവിടാണ്, അവിടെ കിടക്കുന്നുണ്ട് കണ്ടോ. അപ്പം അങ്ങോട്ട് എൻട്രി ഇല്ല, സോ നമ്മൾ പോകുന്നില്ല. നമ്മൾ തിരിച്ചു പോകണം. ഏകദേശം കഴിഞ്ഞു. ഇനി 2-3 ആനയും കൂടി ഉണ്ട്, കണ്ടാൽ നമുക്ക് പുറത്തു പോവാം. സിമ്പിൾ. ഗൈസ്, നമ്മളെ ഫസ്റ്റ് വ്ളോഗാണ്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, ക്ഷമിക്കാം. ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് വരും. ഒരാളെ പേരെവിടെ? വീടാ കേറിയില്ല. വീടാ കോട്ടേഴ്സ്. അപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള കോട്ടേഴ്സ്. ഒരു ആനുണ്ട്. ലാസ്റ്റ് ആന ഞാനില്ല. മോനെ അവിടെ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് പൊട്ട. അത് തീർന്നിട്ടൊന്നുമില്ല. ഉണ്ടല്ലേ, പോയേക്കാ. ഗൈസ്, ഇത് നമ്മളെ അവസാനത്തെ ആന. അപ്പോൾ അവസാനത്തെ ആന അവിടെ ഉണ്ട് ഗൈസ്. സോ there are so many ആനാസ്. തീരുന്നില്ല. ഏതാന നടുക്ക് നമുക്ക് ഇവിടെ കൗണ്ടർ ഇട്ടിരുന്നാലോ?
ഒരു സെൽഫിക്ക് 50 രൂപ. അന്റെ സെൽഫിയോ? ആകെ 10,000 ഫോളോവേഴ്സുള്ളൂ. 10,000 75,000 ഇങ്ങോട്ടാണ് സെൽഫി. ബ്രോ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നടക്കാനുള്ള മടിക്ക് 30 രൂപ കൊടുത്ത് വണ്ടി വിളിച്ച് പോണോലാണ് കാണാൻ പറ്റുക. ചേച്ചി നിന്ന് നമുക്ക് എൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ആരോഗ്യമുണ്ട്. ആരോഗ്യത്തിൽ നമ്മൾ നടക്കണം. എന്നിട്ട് ക്ഷീണിക്കുമ്പോൾ അതേമാതിരി ഇരിക്കണം. ഇരിക്കാനായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ആകെ നല്ല ഇരിപ്പിടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്നു, ചുറ്റിക്കറങ്ങി അതുവഴി വരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ വഴികളൊക്കെ ഉണ്ടാവും. അവിടെ വേറെയും കുറേ ആനകളൊക്കെ ഉണ്ട്. കഴിയുന്നവർ പോയി കാണാം, അല്ലാത്തവർ നേരെ വന്നിട്ട് ഇതുപോലെ ഇരുന്ന് ക്ഷീണം തീർത്ത് പോവാം. വന്നപ്പോൾ മനസ്സിലാവാൻ വേറെ സാധനം എന്താ അറിയോ, മലയാളീസിന് ആനനെ വില ഇല്ല എന്നല്ല, പക്ഷെ പുറത്തുനിന്നാണ് മലയാളീസ് അല്ലാത്ത തമിഴ്നാട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ മലയാളീസിനേക്കാൾ കൂടുതൽ ഓരാണ് ഇവിടെ ഉള്ളത്. കണ്ട് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നാണല്ലോ. കണ്ടോ, ആ നിൽക്കുന്നൊക്കെ തമിഴ് സംസാരിക്കുന്നവരാണ്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്. ഫുള്ള് തമിഴ്നാട് ഭാഗത്തു നിന്നാണ് കൂടുതൽ കാണാൻ വരുന്നത് തോന്നുന്നുണ്ട്. ഇതിലോട്ട് തിരിച്ചുകൊണ്ടുപോകുന്ന ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നതിലൊരു വൈബില്ല, ചിത്രം വരച്ച് സൂക്ഷിക്കുക. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു വരച്ചിരിക്കും ഇതിലും ഫോട്ടോ കാണിച്ചു കൊടുക്കും. കാണിച്ചു തരുമോ ചേച്ചി? ഒന്ന് കാണിച്ചു തരും. ഈ ചേച്ചിയാണ് ഇത്. ഓക്കെ, അപ്പോൾ തൃശ്ശൂരിൽ നിന്നും ആന വിശേഷങ്ങളായിട്ട് നമ്മൾ പോവാണ്. അതിനോടൊപ്പം തൃശ്ശൂർ ഗഡി ആനയുണ്ട്. അപ്പോൾ സൈനിങ് ഓഫ്, ബൈ.